കഴിഞ്ഞ ദിവസം മേഘയുടെ ഒരു ടെസ്റ്റിമണി പള്ളിയിൽ അവൾ പറഞ്ഞത് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഒത്തിരി പേര് നല്ല വാക്കുകളും എല്ലാം പറഞ്ഞു. ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ, ഒത്തിരി നന്ദി. ഞാൻ ഏകദേശം 10 വർഷമാകുന്നു ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ആദ്യത്തെ മെസ്സേജ് തന്നെ അവളതിൽ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ഞാൻ അവർ വചനപ്രകാരം എന്തോ പഠിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു ഡിസ്കഷനുണ്ട്. അപ്പം എപ്പോഴും അവരുടെ ആ ഹൃദയമാണെങ്കിലും മനസ്സാണെങ്കിലും എപ്പോഴും വചനപ്രകാരം ആ ധ്യാനവും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് വരണം. അവരുടെ വായിലെ വാക്കുകളാണെങ്കിലും അത് ശ്രദ്ധയോടെ ചെയ്യാനൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് ഒരു ക്രിസ്ത്യൻ ഫാദർ എന്നുള്ള രീതിയിൽ അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് ഞാൻ അവർക്ക് മാത്രമല്ല, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പിള്ളേരാണേലും ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴെല്ലാം ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം അവരൊക്കെ കുറച്ച് നേരമെങ്കിലും ഒന്ന് നടക്കാനുമൊക്കെ കാറൊക്കെ കുറച്ച് മാറ്റി പാർക്ക് ചെയ്തിട്ട് ഒന്ന് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ബോഡി ആണെങ്കിലും മൈൻഡ് ആണെങ്കിലും സ്പിരിറ്റ് ആണെങ്കിലും ഒരു നല്ലൊരു മൊമെൻറ്റം അവർക്ക് എല്ലാ ദിവസവും ഉണ്ടാകാനായിട്ട് നല്ല കുറച്ച് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അത് എങ്ങനെ പ്രാക്ടിക്കലി ലൈഫിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അതാണ് അന്ന് അവൾ പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ ടോക്കാണെങ്കിലും ജിയ ആദ്യമായിട്ട് എൻ്റെ ഏറ്റവും ഇളയ മോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുമ്പോഴത്തേക്ക് അവൾ എങ്ങനെ ഇൻസ്പയർഡായിട്ട് അവൾ പോവുകയും അത് കാരണം ഒരാളെ ശരിക്കും പുള്ളി ഒരു ഡോക്ടറാണ്, പുള്ളിയുടെ മോളാണെങ്കിലും വളരെ ഇൻസ്പയർഡായിട്ട് പിന്നീട് സ്കൂളിൽ വരാനുള്ള ഫിയറും മടിയെല്ലാം മാറി ആ ഒരു ടോക്കാണ് ആദ്യമേ ഇട്ടത്. അപ്പം അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്തു. അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അത് പിന്നീട് ഒരു വൈഡ് സർക്കിളിലോട്ട് പോകുന്നു. അത് ഒത്തിരി പേരെ അത് ബ്ലെസ് ചെയ്യുന്നു. അത് അഗെയിൻ എനിക്ക് തരുന്ന കാര്യം ഞാനത് സന്തോഷമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞ ആ ആർക്കിടെക്റ്റിൻ്റെ ആ ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, അത് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെയും 2 വർഷം വർക്ക് എക്സ്പീരിയൻസും കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഒരു സർട്ടിഫൈഡ് ആർക്കിടെക്റ്റ് എന്നുള്ളൊരു സ്റ്റേജ്. അതിന് പിന്നെയും എക്സാംസും അത് കഴിഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസമാണ് എൻ്റെ കൂടെ ഞാനും കൂടെ ചെല്ലാവോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ. അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അഗെയിൻ അവൾ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഒരു അപ്പൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, പണ്ട് മുതൽ അവൾക്കറിയാം ആ ഒരു ടൈം വരുമ്പോഴാണെങ്കിലും അല്ലാതാണെങ്കിലും എല്ലാ ദിവസവും വചനപ്രകാരം നമ്മളെ എങ്ങനെ ദൈവം എൻകറേജ് ചെയ്ത് സ്പിരിറ്റിലൂടെ എൻകറേജ് ചെയ്ത് ആ രീതിയിൽ നമ്മൾ ലോകത്തെ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പേർപ്പസ്, അതിനായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയാൻ. അപ്പം അതെല്ലാം നടക്കും. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിലൊരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് അവിടെ. എനിവേ, അപ്പം അന്ന് രാവിലെ എനിക്കൊന്ന് ഒരു 9:30-ക്കാണ് ഇൻ്റർവ്യൂ. അപ്പോൾ രാവിലെ ആസ് യൂഷ്വൽ ഞാൻ ജിമ്മിലോട്ട് പോവാണ്. അപ്പം ജിമ്മിലോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു പാട്ടെന്ന് പറഞ്ഞാൽ, ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. അതിൻ്റെ വരികൾ നല്ല വരികളാണ്. ഇത് പക്ഷേ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മാരാമൺ കൺവെൻഷനിൽ വന്നൊരു പാട്ട്. അപ്പം അന്ന് ഉച്ച സമയത്ത് ഞാനും എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സുനിൽ, പുള്ളി ഇപ്പം മാവേലിക്കരയിൽ KG ഡെൻ്റൽ ക്ലിനിക് എന്ന് പറഞ്ഞ് അവിടുത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായോട് പറയാമല്ല, ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡോക്ടേഴ്സ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ലഞ്ച് ടൈമിൽ ലഞ്ചൊക്കെ പെട്ടെന്ന് തീർത്തേച്ച് ഞങ്ങളുടെ അവിടെ ഒരു സ്റ്റേഡിയമുണ്ട്, സുനിൽ ഗാവസ്കറൊക്കെ വന്ന് ഇനോഗ്രേറ്റ് ചെയ്ത സ്റ്റേഡിയമാണ്. അവിടെ ഒരു മരത്തണലുണ്ട്. അവിടെ ഞങ്ങൾ പോയിരുന്ന് ഈ പാട്ട് ഞങ്ങൾ ഒന്നിച്ച് പാടുമായിരുന്നു. അപ്പോൾ അവൻ CSIയും ഞാൻ മർത്തോമയാണ്. അപ്പോൾ അവന് കുറച്ചുകൂടെ നല്ലതായിട്ട് ഇത് പാർട്സ് വെച്ചൊക്കെ പാടാൻ നല്ലതായിട്ട് അറിയാം, നല്ലതായിട്ട് ഗിറ്റാറൊക്കെ വായിക്കുന്ന ആളാണ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും പാടിക്കൊണ്ടിരുന്ന പാട്ട്. അത് കഴിഞ്ഞിട്ടും എത്ര വർഷങ്ങൾ പിന്നെയും പാടിയിട്ടുണ്ട്. പക്ഷെ ആ ദിവസം ആ പാട്ട് ശരിക്കും റോമർ 8:28 പറയുന്നൊരു കാര്യമുണ്ട്. വീണ്ടും വേണം, അതിന് മുമ്പ് പറയുന്നത്, വീണ്ടും വേണം പ്രാർത്ഥിപ്പാൻ നമുക്കറിയത്തില്ല, പക്ഷെ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു വചനമുണ്ട്. ആൻഡ് ദെൻ ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ ഗുഡ്
for those who love God and are called according to His purpose. അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കാവുന്നു. ഇപ്പോൾ അന്ന് ആ പാട്ടെന്ന് പറയുന്നത് ശരിക്കും എൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത് അത് ശരിക്കും പരിശുദ്ധാത്മാവ് അതെ ഹെൽപ്പ് ചെയ്യുവാണ് ആ പാട്ടിലൂടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു ഷവറിൽ അങ്ങോട്ട് കയറുന്നു. അപ്പം അപ്പുറത്തെ റൂമിൽ മേഘ ഒരുങ്ങുന്നേ ഉള്ളൂ. അപ്പം വന്നൊരു പാട്ടെന്ന് പറഞ്ഞു, അത് എഗെയിൻ ഞാൻ ഓർത്ത് എടുത്ത് പാടിയൊരു പാട്ടല്ല. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഈ പാട്ട് എന്ത് സന്തോഷമായിട്ടാണ് ഞങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പോയെന്നറിയാം. ശരിക്കും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അത് ഡിലിജൻ്റായിട്ട് സഹിക്കുന്നവർക്ക് ദൈവം കൂടെ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയും നമ്മൾ ഒരു പരീക്ഷ ജയിച്ച് കഴിഞ്ഞിട്ട്, ഞാൻ അന്ന് മേഘ ഇൻ്റർവ്യൂവിന് കയറി പോകുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ അത് കഴിഞ്ഞിട്ട് സന്തോഷിക്കുന്നതിലല്ല വിശ്വാസം എന്ന് പറയുന്നത്. നീ അതിന് പോകുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം നമ്മളെ ജയിപ്പിച്ചതാകും. ഓൾറെഡി നമുക്ക് ജയം തന്നതാകും. നമ്മളതിനായിട്ട് വിശ്വസ്തയോടെ നമ്മൾ പരിശ്രമിക്കുകയും എല്ലാം വേണം. എല്ലാ ദിവസവും ചെയ്യണം. പരീക്ഷയുടെ സമയത്ത് പഠിക്കുന്ന കാര്യം മാത്രമല്ലേ പറയാൻ. അതല്ലാതെ തന്നെ വർഷങ്ങളോളം എല്ലാ ദിവസവും നല്ല ശീലങ്ങളും പഠിക്കുന്നതാണെങ്കിലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റവും ആദ്യമേ അത് കോംപ്രമൈസ് ചെയ്ത് ഒരു കാര്യവും ചെയ്യരുത്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പ്രതിഫലം നൽകുന്ന ഒരു ദൈവം. വിശ്വാസത്തിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നെ അതാണ്. ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിക്കുക എന്നുള്ളതല്ല. ദൈവത്തെ നമ്മൾ ഡിലിജൻ്റ്ലി സീക്ക് ചെയ്യുമ്പോഴത്തേക്ക് ദൈവം പ്രതിഫലം നൽകുന്ന ഒരു ദൈവം. അപ്പം അഗെയിൻ ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ, ദൈവത്തെ അനുസരിപ്പാൻ ഈ ഒരു ചെറിയ മെസ്സേജ് ബ്ലെസ്സിങ് ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവളോട് മേഘയോട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മൾ ആ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് പലപ്പോഴും ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരീക്ഷ നമ്മൾ നല്ലതായിട്ട് പെർഫോം ചെയ്യുമോ, അവിടെ ഒരു ഫെയിലിയർ എന്നുള്ള റിസൾട്ടായിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മളെ വല്ലാതെ അത് പ്രഷറൈസ് ചെയ്യും, വല്ലാതെ നമ്മൾ ചോക്ക് ചെയ്യും. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസിലോട്ട് നമ്മൾ പോകത്തില്ല. നമ്മൾ വളരെ പെട്ടെന്ന് ഇമോഷണലാവും, പെട്ടെന്ന് നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും, അപ്സെറ്റാവും. ആ പേടി കാരണം ഒരു പക്ഷേ നമ്മൾ ആ പരീക്ഷ പോലും ചിലപ്പം അപ്പിയർ ചെയ്തും വരത്തില്ല. ഞാൻ പല കുട്ടികളിലും കാണാറുണ്ട്. പണ്ട് മേഘയാണെങ്കിലും ഹൈസ്കൂളിലൊക്കെ അവർക്ക് നല്ല റിസൾട്ട്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയി അവിടുത്തെ പ്രിൻസിപ്പലിനെ കണ്ടിട്ട് ഫ്രീ ആയിട്ട് അവിടുത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോച്ച് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. കാര്യം ആ പേടിയൊക്കെ മാറിയിട്ട് ഏറ്റവും നല്ലതായിട്ട്. കാര്യം അന്ന് ചില പിള്ളേരെന്ന് പറഞ്ഞാൽ അവർ ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഈ പരീക്ഷ കയറുന്നില്ല, അതിന് മുമ്പ് ബോധം കെട്ട് വീണു, ആ പേടി കാരണം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യാതെ ലാസ്റ്റ് മിനിറ്റിൽ പേടി വരിക എന്ന് പറയുന്ന പോലെ അല്ല, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഒരു പക്ഷേ പേടി വന്നു കഴിഞ്ഞാലും ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ നാളത്തെ ഒരു ഇവൻറ്റോ നാളെ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ആങ്ഷ്യസ് ആകുമ്പോഴത്തേക്ക് ആ സംഭവം നടന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്ക് അത് നടന്നാലും ഇല്ലെങ്കിലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുവാണ്. അതായത് അത് നടക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം നമ്മൾ എന്തുവാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് നടന്നില്ലെങ്കിലും നമ്മളത് ഇമാജിൻ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പം കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് ജയിക്കാനുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മളത് ജയിച്ചു എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്. ആ രീതിയിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ദൈവവിശ്വസ്തയോടെ നമ്മളെ നടത്തി. നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമ്മൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടോ, ഇനി മാനസാന്തരപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ആ ഒരു ഫോർഗിവ്നെസ്സിലും ആ ഒരു ബ്ലെസ്സിങ്സിലും നടക്കുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും ബ്ലെസ്സിങ്ങേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിന് പകരം ആ ബ്ലെസ്സിങ്ങിന് പകരം സൈറ്റൻ്റെ ലൈസ് ആണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നമ്മൾ പഠിച്ചില്ല, നമ്മൾ തോറ്റുപോകും, നമ്മുടെ ജീവിതം ഭാവിയെല്ലാം പ്രശ്നമാകുന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പറ്റാതെ പോകും. ഇനി ആ ഒരു ഇവൻ്റ് നടന്നാൽ തന്നെ, ഇനി സപ്പോസ് ഫെയിലിയർ വന്നു എന്ന് പറഞ്ഞാൽ പോലും
ആ ടൈമിലാണെങ്കിൽ പോലും നമ്മളൊരു ഫെയിലിയർ ആണെന്നുള്ള രീതിയിൽ പിന്നെയും നിരാശപ്പെട്ടു പോകാതെ അവിടെ ആണെങ്കിൽ പോലും നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് ഈ ഒരു ഫെയിലിയർ, ആ ഒരു ഇവൻറ്റിൽ നിന്ന് എന്തെല്ലാം ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ട്, ഈ ലെസൺസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഔട്ട്കം ആ ടൈമിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലിയറിൽ കൂടെ പോവുമായിരിക്കും, പക്ഷെ അന്നേരം പോലും ആ ഒരു സക്സസ് ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാര്യം വാട്ട് യു ആർ ഇമാജിനിങ്, that is what you are experiencing. And again, ആ ഇമാജിനേഷൻ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ബി ഫോളോഡ് വിത്ത് കമ്മിറ്റഡ്, ആ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആക്ഷൻസ്. യു ഷുഡ് ഫോളോ ഇറ്റ് അപ്പ് വിത്ത് ഡിറ്റർമിൻഡ് ആക്ഷൻസ്. അല്ല ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്ത് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. എന്തൊക്കെയാണ് നമ്മൾ ലെസൺസ് പഠിച്ച് അത് കറക്റ്റ് ചെയ്യുക, ആ കറക്റ്റീവ് ആക്ഷൻസ് അത് നല്ല ഹാബിച്വലായിട്ട് ചെയ്യുക എന്നുള്ളത്. അന്നേരം അവിടെ ഇൻ ഡ്യൂ സീസൺ നമ്മൾ നല്ല വിത്തുകളിട്ടിട്ട് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ അതിന് പിന്നീട് ഒരു ഹാർവസ്റ്റ് ഉണ്ടാകും. ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു.